US ജയിലിലെ കൊടും കുറ്റവാളികൾ ഇസ്ലാം മതം സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ. ഇസ്ലാം സ്വീകരിച്ചതോടെ പല കുറ്റവാളികളും ഇപ്പോൾ സാധാരണ ജീവിതമാണ് നയിക്കുന്നത്. അമേരിക്കയെ പിടിച്ചുകുലുക്കിയ ആ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയിലെ തടവറകളിൽ ഇസ്ലാം അതിവേഗത്തിൽ പ്രചരിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. US ജയിലുകളിൽ 10,000-കണക്കിന് തടവുകാർ ഓരോ വർഷവും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ ആധികാരിക പഠനങ്ങൾ നടത്തുന്ന CBS ന്യൂസിന്റെ റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ ദിവസം ദി സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി വിത്ത് ലിസ ലിങ് എന്ന റിപ്പോർട്ടിൽ CBS ന്യൂസ് അന്വേഷിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണങ്ങൾ എന്നാണ്. തടവുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ വിദൂര പഠന പരിപാടി സംഘടിപ്പിക്കുന്ന US ആദ്യത്തെ സംഘടനയായ തൈബ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടർ റാമി നസൂറിനെ അടക്കം ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് മുന്നോട്ട് പോകുന്നത്. മിക്ക ദിവസങ്ങളിലും ഇസ്ലാം ആചരിക്കുന്നതിന് മാർഗനിർദ്ദേശം തേടുന്ന കത്തുകൾ രാജ്യമെമ്പാടുമുള്ള തടവുകാരിൽ നിന്ന് തനിക്ക് വരാറുണ്ടെന്നും നസൂർ പറയുന്നു. ഇതുവരെ തൊയ്ബ ഫൗണ്ടേഷൻ 13,000-ലധികം വ്യക്തികൾക്ക് സേവനം നൽകിയിട്ടുണ്ട്. അവരിൽ 90% പേരും ഇസ്ലാം മതം സ്വീകരിച്ചു. അവരിൽ ഭൂരിഭാഗവും ജയിലുകളിലുള്ള കൊടും കുറ്റവാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു. മിക്ക ദിവസങ്ങളിലും തന്റെ ആത്മീയ മാർഗനിർദ്ദേശവും ഇസ്ലാമിക വിദ്യാഭ്യാസ വിഭവങ്ങളും തേടി രാജ്യമെമ്പാടുമുള്ള തടവിലാക്കപ്പെട്ടവരുടെ കത്തുകൾ വരാറുണ്ട്. ഏകദേശം 15 വർഷം മുൻപ് തങ്ങൾ ആരംഭിച്ചപ്പോൾ മുസ്ലിം തടവുകാരിൽ നിന്ന് തങ്ങൾ കേട്ട പ്രധാന ആവശ്യമായിരുന്നു ആത്മീയമായ പഠനത്തിനുള്ള സംവിധാനം. ആ ആവശ്യവും നികത്തുന്നു. ഇസ്ലാമിന് അതിന് സമർപ്പണത്തിന്റെ ഒരു തലം ഉള്ളതിനാൽ ഒരു പ്രത്യേക റെജിമെന്റിന് കീഴടങ്ങുന്നു. 5 ദിവസവും പ്രാർത്ഥനയുണ്ട്. ആ രീതിയിലാണ് ഇവരെ സംസ്കരിച്ചെടുക്കുന്നത്. ആ മതിലുകൾക്ക് ഇനി അവരെ ഒതുക്കി നിർത്താൻ കഴിയില്ലെന്നും റാമി നസൂർ പ്രതികരിച്ചു. ആയിരക്കണക്കിന് കൊടും കുറ്റവാളികൾ ഇസ്ലാമിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂട്ടക്കൊലപാതകത്തിന് 30 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട US തടവുകാരൻ മുഹമ്മദ് അമിൻ ആൻഡേഴ്സൺ 2 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ അഭിമുഖവും CBS ന്യൂസ് എടുത്തിട്ടുണ്ട്. മുഴുവൻ ശിക്ഷയും കഴിഞ്ഞ ജൂലൈയിലാണ് ആൻഡേഴ്സൺ ജയിൽ മോചിതനായത്. പരോൾ ഹിയറിംഗിൽ ചെയർമാൻ തന്നെ അസാധാരണമായ അന്തേവാസിയെന്നും അദ്ദേഹത്തെ വിളിച്ചു. ഇപ്പോൾ ജയിലുകളുടെ മതിലുകൾക്ക് പുറത്ത് ആൻഡേഴ്സൺ ഒരു സാധാരണക്കാരനായ നല്ല ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യരാശിയെ സേവിക്കാൻ ഇവിടെ വരാൻ ദൈവം തനിക്ക് രണ്ടാമത്തെ അവസരം നൽകിയെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.